ഇത്ര ആകാംക്ഷയോടെ ഈ പ്രായത്തിൽ ഫോൺ നോക്കി നിൽക്കണമെങ്കിൽ അതാരെങ്കിലും ആയിരിക്കും. അതെ, എന്റെ കാമുകന്റെ ഫോട്ടോ നോക്കുവാ. എന്താന്ന് പറഞ്ഞേ, അത് ഏതാ ഈ കാമുകൻ? അതിപ്പോ നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് അറിഞ്ഞിട്ട് കാര്യമുണ്ട്. എന്റെ ലിസ്റ്റിൽ നിന്ന് അവന്റെ പേരങ്ങ് വെട്ടാനാ. ഏതാന്ന് പറ. നാണയില്ലല്ലോ തങ്കു നിനക്ക്. പിന്നെ അല്ലാതെ കൊച്ചമ്മയുടെ ഏത് കാമുകനാന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്കറിയാത്ത ആരും ഇവിടെ വരാറില്ലല്ലോ. അത് ഏത് കാമുകനാന്ന് എനിക്കറിയണം. ഇത് മണ്ടൻ കുടാപ്പി, ഞാൻ ജാൻവി കപൂറിന്റെ ഉടുപ്പ് നോക്കിക്കൊണ്ട് നിന്നാ. എന്താ ഉടുപ്പില്ലേ? ഉടുപ്പില്ലെങ്കിൽ ഉടുപ്പ് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഉടുപ്പുണ്ട്, പക്ഷെ ഇതൊന്നും കാണണ്ട ഉടുപ്പാടി. എന്തെന്ന് കാണിച്ചേ നോക്കിയേ. അയ്യോ, ഇത് ഉടുപ്പില്ലേന്ന് ചോദിച്ചത് കറക്റ്റ് ആയല്ലോ കൊച്ചമ്മ. ഇതിനകത്ത് ഉടുപ്പില്ലല്ലോ. സ്റ്റൈലായിട്ടുണ്ട്, പക്ഷെ വാഴക്കൂമ്പിന്റെ നിറമുള്ള പച്ച അല്ലേ? പച്ച മറ്റേ മതി. സംഭവം കൊള്ളാം അല്ലേ? കൊള്ളാം കൊള്ളാം, നല്ല ഫാഷൻ അല്ലേ? നല്ല ഫാഷനാ, പക്ഷെ ഇത് ഒട്ടും ഇല്ല കൊച്ചമ്മേ. അതാ ഫാഷൻ, ഇപ്പോഴത്തെ സ്റ്റൈലല്ലേ? ആണോ? ഇതിന് എത്ര രൂപയെന്ന് അറിയാവോ? ഇതിപ്പോ മീറ്ററിന് അവരൊക്കെ ആയതുകൊണ്ട് 500 രൂപയുടെ മീറ്ററിന് മേടിച്ച് കാണും. 500 രൂപയ്ക്കായിരിക്കും. 500 രൂപയായി കാണും ഒരു മീറ്ററിന്. മൊത്തം കൂടെ 2 മീറ്റർ തുണി ഉണ്ടല്ലോ. എടി പൊട്ടി, 2,75,000 രൂപയാ. അയ്യോ, ഒന്നുകൂടെ കാണിച്ചേ. 2,70,000 രൂപ മറ്റേ എന്ത് തുണിയാ? കർച്ചീഫിന്റെ തുണി പോലെ ഇരിക്കുന്നു. 2,70,000 രൂപയോ? ഇതെന്തോ കൊച്ചമ്മ ഇങ്ങനൊക്കെ? അങ്ങനെയാ, പൈസ ഉണ്ടല്ലോ, എന്ത് വേണേലും ആവാല്ലോ. ഷോ കൊച്ചമ്മ, എന്നെ എന്തായാലും ഈ കടയിലൊന്നും കൊണ്ടുപോണേ. എന്റെ പൊന്നു തങ്കു, എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഈ രസവും ചോറും എന്നും തിന്നോണ്ടിരിക്കല്ലേ ഞാൻ. എനിക്കത് വ്യക്തമായിട്ട് അറിയാം 10ന്റെ പൈസ ഇല്ലെന്ന്. അതിനല്ല, എനിക്ക് ആ തുണിയൊന്ന് തൊട്ടു നോക്കാനോ കൊച്ചമ്മേ. ഇട്ടു നോക്കാനോ ഉള്ള ഭാഗ്യമില്ല. എന്നാ പിന്നെ ഒന്ന് തൊട്ടെങ്കിലും നോക്കാലോ. അതൊക്കെ അത് മറക്കാൻ വേണ്ടി വേറെ സംഭവം കാണിച്ചു തരാം നിനക്ക്. ഇതാരെന്നറിയാവോ? ഇത് നസ്രിയ. അതല്ല, അപ്പുറത്തേക്കണേ. അപ്പുറത്തേക്കുന്ന അമ്മയായിരിക്കും. അമ്മ സൂക്ഷിച്ചു നോക്ക്. അമ്മൂമ്മയാണോ? സൂക്ഷിച്ചു നോക്ക്, മുടിയൊക്കെ നരച്ചേ. എനിക്ക് മനസ്സിലാവുന്നില്ല. ജ്യോതിർമയി. ഏത് ജ്യോതിർമയി? ചിങ്ങമാസം വന്നു ചേർന്നാൽ. എന്റെ ദൈവമേ, ആ ജ്യോതിർമയോ ഇത്? ഇതിനെന്താ പറ്റി? ഇത് മുടിയൊക്കെ നരച്ചിരിക്കുന്നു. അല്ല, ഇതിപ്പോ എന്താ ഇവിടെ നിക്കുന്നേ? എടി, നമ്മുടെ അമൽ നീരദ് മമ്മൂക്കയെ വെച്ചൊരു പുതിയ സിനിമ ഭീഷ്മപർവം. അതിന്റെ പൂജയ്ക്ക് ഇവർ രണ്ടുപേരും കൂടിയല്ലേ ക്ലാപ്പ് അടിച്ചത്. അല്ല, ഇപ്പം പൂജയ്ക്ക് ഇവരെന്തിനാ പോയി ക്ലാപ്പ് അടിച്ചത്? നസ്രിയാണല്ലോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സത്യം? പിന്നെ ജ്യോതിർമയി എന്ന് പറഞ്ഞാൽ അമൽ നീരദിന്റെ ഭാര്യയല്ലേ. അപ്പൊ ഈ ഭാര്യമാര് പോയി ക്ലാപ്പ് അടിക്കുവോ? ഒരു സന്തോഷത്തിന് ആണല്ലേ. ഈ ഭാര്യമാർക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. കൊച്ചമ്മ ഒന്ന് കാണണം കേട്ടോ. നോക്കട്ടെ. ഭാര്യമാര് ഭർത്താക്കന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. എന്തൊക്കെന്നറിയോ? സിൻസിയറിറ്റി, അഫെക്ഷൻ, ലവ്, അറ്റൻഷൻ, റെസ്പെക്ട് ആൻഡ് യൂത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ ചുരുക്കത്തില് സാലറി എന്നാക്കി വിളിക്കുന്നു. വല്ലാത്ത ജാതിലെ ഒന്നും ശരിയല്ലട്ടാ. കൊള്ളാലോ. നിനക്ക് വേറെ വീഡിയോ കാണിച്ചിട്ട്. എന്ത് വെച്ചമ്മ? സമ്മാന വീഡിയോ. അഞ്ചേരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ? അഞ്ചേരിയപ്പുട്ടന്റെ കൂടെ വന്ന ആനപ്പാപ്പാനാണോ? മീശയും കാരെപ്പോലും കണ്ടപ്പോ നീ നാടുമാറണ്ട. ഇത് കൊള്ളാം. ഇതിന്റെ സമ്മാനം കൊടുക്കണേ. വേറെ ഉണ്ടോ? അങ്ങോട്ട് നീക്ക്. ഇങ്ങോട്ട്. I love you. Oh, I love you. MD, I love you എന്ന് പറ. I love you. I love you. എന്താ? വീഡിയോ. ഇനിയിപ്പോ നിനക്ക് എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ജാൻവി കപൂറിന്റെ നമുക്ക് അവിടെ പോണം. നീ ഒരു കാര്യം ചെയ്യാം, അതിന്റെ വഴി ഒന്ന് കണ്ടുപിടിക്കേ. കണ്ടുപിടിച്ചിട്ട് ബോംബെ മുംബൈ കൊടുക്കണം അല്ലയോ? മുംബൈ. എന്നെ പറ്റിച്ചിട്ടങ്ങ് പോയതാ കേട്ടോ. ഇപ്പൊ എന്നെ കൊണ്ടുപോകാൻ പോവില്ലോ മുംബൈയില്. കൊച്ചമ്മേ അങ്ങനെ അങ്ങ് പോവല്ലോ കൊച്ചമ്മ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വഴി കണ്ടുപിടിച്ചോ? എന്നെ ചുമ്മാ പറ്റിക്കാനെന്നറിയാം. ഇപ്പൊ രസം മാറ്റി ഒരു തോരനെങ്കിലും ആക്കിയാലല്ലേ മുംബൈക്കുള്ള വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും.
എന്നെ പറ്റിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്തോന്ന് കൊച്ചമ്മ അതുപോലെ വേറൊരു വാർത്തയുണ്ട്. അയ്യോ എന്താ ഇത് ഓൺലൈൻ മീഡിയക്കാരൊന്നും അല്ല, ഞാൻ കണ്ടുപിടിച്ച വാർത്തയാ. നമ്മുടെ സണ്ണി ലിയോന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ കൊച്ചമ്മ. ചുമ്മാ അനാശം പറയല്ലേ തങ്കു. സത്യമായിട്ട് സണ്ണി ലിയോ സണ്ണി ചേച്ചി മക്കളും ഇപ്പൊ അനാഥരാ. ആര് പറഞ്ഞു? ഞാൻ കണ്ടതാ കൊച്ചമ്മ. എവിടെ കണ്ട്? ഇതേ ഒരു വീഡിയോ ഇതേ കൊച്ചമ്മ കണ്ടോ? ഭർത്താവ് തിരിച്ചു വന്നിട്ട് എടി ഇത് ഭർത്താവിനെ കണ്ടപ്പോ സണ്ണി ലിയോണും മക്കള് സന്തോഷിക്കുന്ന വീഡിയോ അല്ലേ? ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വരുമ്പോഴേ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റൂ കൊച്ചമ്മേ? എന്റെ പൊന്നി തങ്കു, കുറച്ച് ദിവസം അവരെ കണ്ടില്ല, ആ സന്തോഷമാണിത്. കുറച്ചു ദിവസം കണ്ടില്ലെങ്കിൽ ഇങ്ങനല്ല, ഉപേക്ഷിച്ചു പോയ ഭർത്താവ് തിരിച്ചു വരുമ്പോഴാണ് ഇത്രയും സന്തോഷിക്കുന്നത്. ഇനി അനാവശ്യം പറഞ്ഞാ അവരും നിന്നെ വന്ന് ഇവിടെ വെട്ടും. എന്നാ വേണ്ട. വേണ്ടേ? എന്നാ നിർത്തിക്കോ. ഇതുപോലെ ഒരു വലിയ അടി നടന്നു കഴിഞ്ഞ ദിവസം. എവിടെ കൊച്ചമ്മേ? ഒരു കല്യാണ പന്തലില് സദ്യയുടെ മുട്ടനടി. ശരിക്കും കല്യാണത്തിന് അടിയൊക്കെ ഉണ്ടാവോ? നീ നോക്ക്, ട്രോളർമാരെ വെറുതെ വിട്ടിട്ടില്ല. എങ്ങനെയുണ്ടാ അന്തരീക്ഷം? നല്ല ചൂട് പിടിച്ച അന്തരീക്ഷം. പാര ശരിക്കും ഏറ്റു. ഹിന്ദിക്കാരനെന്ന് ഉദ്ദേശിച്ചാ പറഞ്ഞത്, സംഭവം മലയാളിയായിരുന്നു. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ ദൃശ്യത്തിൽ അഭിനയിച്ച ഒരു പ്രധാന നടിയുടെ വിവാഹമോചന കേസുണ്ടല്ലോ, വാദിക്കുന്ന ആരാന്നറിയാവോ? മമ്മൂക്കയ്ക്കും ലാലേട്ടനും വേണ്ടി കേസ് വാദിച്ച വക്കീലാണെന്ന്. ഉള്ളാണോ കൊച്ചമ്മേ? ജമാലി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചിലരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴിതാ ജിത്തു ജോസഫിന്റെ പുതിയ അഭിമുഖത്തിലെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരുൺ പ്രഭാകർ എന്ന കഥാപാത്രത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ മോഹൻലാലിന്റെ കഥാപാത്രം തിരികെ ഏൽപ്പിക്കുന്ന രംഗമാണ് ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിക്ക് തന്നെ പുലിവാലായി മാറില്ലേ എന്നാണ് ചിലരുടെ സംശയം. ഇതിനെക്കുറിച്ച് സംവിധായകൻ പറയുന്നത് ഇങ്ങനെ: ചിത്രത്തിലെ കുറെ ഭാഗങ്ങൾ സാധാരണക്കാർക്ക് അറിയാത്തതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓഡിയോ റെക്കോർഡിംഗ്. അത് വെച്ച് ജോർജ് കുട്ടിയും കുടുംബവും എല്ലാം ഏറ്റുപറഞ്ഞില്ലേ? അങ്ങനെ ജോർജ് കുട്ടിയെ ശിക്ഷിച്ചുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. കോടതിയിൽ ചെന്ന് തന്നെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ലാതാകുമെന്നും കസ്റ്റോഡിയൽ കൺഫെഷൻ അഥവാ ഏറ്റുപറച്ചിൽ എന്നുള്ളത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പറയുമ്പോൾ മാത്രമേ വിലയുള്ളതായി മാറൂ എന്നും ജിത്തു ജോസഫ് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊരു സിനിമ കണ്ടു, എൻജോയ് ചെയ്തു എന്നത് മാത്രമാണ് സിനിമ എന്ന നിലയിൽ ദൃശ്യം 2-നെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്നും സംവിധായകൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, താൻ സംവിധാനം ചെയ്ത സിനിമയ്ക്കകത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടെന്നും ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും കൂടി സംവിധായകൻ തുറന്നു പറയുകയാണ്. എങ്കിലും പ്രേക്ഷകരായ നിങ്ങൾ പടം ആസ്വദിച്ചില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പലരും ദൃശ്യം 2-നെ കുറിച്ച് തള്ളി മറിക്കുന്നുണ്ട് എങ്കിലും തന്റെ ചിത്രത്തിലെ പോരായ്മകളെ കുറിച്ച് സംവിധായകൻ തന്നെ തുറന്നു പറഞ്ഞത് വലിയ മനസ്സുള്ളത് കൊണ്ടാണെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. അതിനിടയിലാണ് ദൃശ്യത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഞ്ജലി നായരെ കുറിച്ചുള്ള ഒരു വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അഞ്ജലി ഈ ചിത്രത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷത്തിലാണ് എത്തുന്നത്. അഞ്ജലിയുടെ ഭർത്താവ് ഫാഷൻ ഫോട്ടോഗ്രാഫറും ഫിലിം ഡയറക്ടറും കൂടിയായ അനീഷ് ഉപാസനയാണ്. ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു എന്ന് ഇതിനു മുന്നേ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. ഈ വാർത്ത കേട്ട് ആരാധകർ ഞെട്ടി എന്നതാണ് സത്യം. കഴിഞ്ഞ 5 വർഷത്തിലധികമായി താരം ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. മകളായ ആവണിയോടൊപ്പമാണ് താരത്തിന്റെ ജീവിതം. ഈ വാർത്തയിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ദൃശ്യം 2-ൽ ജോർജ് കുട്ടിയെ രക്ഷിക്കാനെത്തിയ വക്കീൽ തന്നെയാണ് ഇപ്പോൾ അഞ്ജലിക്ക് ജീവിതത്തിൽ വിവാഹമോചനം നേടിക്കൊടുക്കുന്നതിൽ അഭിഭാഷകയായി കോടതിയിലെത്തുന്നത് എന്നതാണ്. ദൃശ്യത്തിന്റെ 2ാം ഭാഗത്തിൽ മോഹൻലാലിന് വേണ്ടി വാദിക്കാനെത്തുന്ന വക്കീലായി വേഷമിട്ടത് ശാന്തി എന്ന താരമാണ്. ഇതിനു മുൻപ് ഗാനഗന്ധർവൻ എന്ന ചിത്രത്തിലും മമ്മൂക്കയുടെ വക്കീലായി ശാന്തി അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അഭിഭാഷകയായ ശാന്തി അഞ്ജലി നായരുടെ വിവാഹമോചനത്തിന് വേണ്ടിയും കോടതിയിൽ അഭിഭാഷക കുപ്പായം അണിയുന്നു എന്ന് സാരം.